പാലക്കാട് വാളയാറിൽ വീണ്ടും നിയമം ലംഘിച്ച് കന്നുകാലി കടത്ത 1 ലക്ഷം രൂപ പിഴ ഈടാക്കി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടികൂടിയത് 11 കേസുകൾ. ഇന്നലെ മാത്രം 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. ഈ അതിർത്തി കടന്ന് കന്നുകാലി കടത്ത്, അതായത് നിയമങ്ങളെല്ലാം കട്ടിൽ പറത്തിക്കൊണ്ട് കന്നുകാലി കടത്ത് തുടരുകയാണ്. പാലക്കാട് വാളയാറിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 11 കേസുകളാണ് പിടികൂടിയത്. ഇന്നലെ മാത്രം 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ RT ചെക്ക് പോസ്റ്റിൽ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് നിയമവിരുദ്ധമായ കന്നുകാലി കടത്ത് കണ്ടെത്തിയത്. അളവിൽ കൂടുതൽ കന്നുകാലികളെ കയറ്റുക, അതുപോലെ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാതിരിക്കുക, പ്രഥമ ശുശ്രൂഷ കിറ്റും കാലിത്തീറ്റയും വെള്ളവും ഒന്നും കരുതാതെ ഈ കന്നുകാലികളെ വാഹനങ്ങളിൽ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മിക്ക കേസുകളിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് പ്രധാനമായും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നലെ സേലത്ത് നിന്നും ആലുവയിലേക്ക് പോയ ഒരു ചരക്ക് ലോറിയിൽ ഒരു പശുക്കിടാവിനെ ചത്ത നിലയിലും കണ്ടെത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഈ വാഹനത്തിനും അതിനും പിഴ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, 13 കന്നുകാലികളെ കയറ്റേണ്ട ഈ വാഹനത്തിൽ 22 കാലികളെയായിരുന്നു കയറ്റിയിരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ മൃഗങ്ങളോടുള്ള ക്രൂരത തുടരുന്നു എന്നുള്ളതാണ്. കന്നുകാലികളെയൊക്കെ ഒന്നാമത് വലിയ ചൂടുള്ള കാലാവസ്ഥയാണ്. ഈ ചൂടുള്ള കാലാവസ്ഥയിലാണ് കന്നുകാലികളെ വാഹനങ്ങളിൽ കുത്തി നിറച്ച് യാതൊരു ദയ്യമില്ലാത്ത രീതിയിൽ അതിനെ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഒരു വാഹനത്തിൽ ഒരു പശുക്കുട്ടി ചാവുകയും തുടർന്ന് അത് ഈ മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തുകയും പിന്നീട് ആ വാഹനത്തിന് മറ്റും പിഴ ചുമത്തുകയും ചെയ്തു. മാത്രമല്ല, വാളയാറിന്റെ സമീപത്ത് തന്നെ ആ ചത്ത പശുക്കിടാവിനെ മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ മാത്രം 9 കേസുകളാണ് ഇത്തരത്തിൽ അനധികൃതമായി കന്നുകാലി കടത്തുമായി ബന്ധപ്പെട്ട് വാളയാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.